ഇറാൻ്റെ കയ്യിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്യുകയും മറ്റോ ചെയ്താൽ അത് ലോകരാജ്യങ്ങളെ മുഴുവൻ വളരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എണ്ണയുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. മിക്ക ലോകരാജ്യങ്ങളിലേക്കും എണ്ണ എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു. നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര വസ്തുതയിലേക്ക് പരിശോധിച്ചാൽ 1987 യുദ്ധം നടക്കുമ്പോൾ, ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ നേർക്കൊരു ആക്രമണം ഉണ്ടായി. അന്ന് ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം വന്നത്. അന്ന് സദ്ദാം ഹുസൈനൊക്കെ പിന്നീട് മാപ്പ് പറയേണ്ട സ്ഥിതിയൊക്കെ വന്ന ഒരു സാഹചര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ ഉള്ളിൽ സമുദ്രത്തിൻ്റെ അടിയിൽ ഈ പറഞ്ഞതുപോലെ പൈലിംഗ് നടത്തി അല്ലെങ്കിൽ അവിടെ ഈ വരുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള സംവിധാനം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻസൊക്കെ ഏറെ അടുത്തു. പണ്ടത്തെ പോലെയുള്ള സംവിധാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്നത്തെ രീതിയിലുള്ള ഒരു ആക്രമണമൊന്നും നടത്താൻ കഴിയില്ല. എന്നിരുന്നാൽ കൂടിയും അവിടെ എത്തുമ്പോൾ റഡാർ സംവിധാനങ്ങൾ നിർത്താനും, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകൾ കടന്നു പോകുമ്പോൾ റഡാർ സംവിധാനങ്ങളടക്കം നിർത്തി ആക്രമിക്കാനൊക്കെ ഇവർക്ക് വളരെ പെട്ടെന്ന് കഴിയും. എവിടെ നിന്നാണ് ആക്രമണം നടത്തുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ജാം ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇറാൻ്റെ പക്കലുള്ള ഒരു വജ്രായുധം തന്നെയാണ്. 35 കിലോമീറ്ററോളം വീതിയാണുള്ളത്. 3-4 കപ്പലുകൾക്ക് ഒരേ സമയം പാരലായിട്ട് പോകാൻ കഴിയുന്ന അത്ര വീതി മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തെക്ക് കിഴക്കുള്ള ഒമാൻ ഗൾഫിൻ്റെയും പേർഷ്യൻ ഗൾഫിൻ്റെയും ഇടയിൽ വരുന്ന ഇടുങ്ങിയതും തന്ത്രപ്രധാനമായതായിട്ടുള്ള ഒരു ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഗൾഫിൽ നിന്നും തുറന്ന സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാതയായത് ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട കടലിടുക്കുകളിൽ ഒന്നാണ്. ഹോർമൂസിൻ്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റും ഒമാൻ്റെ ഭാഗമായ മുസന്തവുമാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ വീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 35-40 കിലോമീറ്റർ വരെയുള്ള ഒരു വീതിയാണ് ഉള്ളത്. പേർഷ്യൻ ഗൾഫിലുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽ മാർഗമാണിത്. അമേരിക്കൻ ഐക്യനാടുകളുടെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ കണക്ക് പ്രകാരം ശരാശരി 15 ടാങ്കറുകൾ 16.5 മുതൽ 17 വരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ വഹിച്ചുകൊണ്ട് പോകുന്നു. അപ്പം നിസ്സാരമായ ഒരു സംഗതിയല്ല ഹോർമൂസ് കടലിടുക്ക്. കാരണം ഇത്രയധികം രാജ്യങ്ങളിൽ എണ്ണ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ എല്ലാം പോകുന്നതിനുള്ള എണ്ണ മുഴുവൻ നൽകുന്നത് ഇവിടെ നിന്നാണ്. 80% എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ്. ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്കായി ഹോർമൂസിനെ കണക്കാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോകത്തിലെ കടൽ മാർഗമുള്ള എണ്ണ ചരക്ക് നീക്കത്തിൻ്റെ കൂടുതൽ ശതമാനവും, ലോകത്തിൻ്റെ മൊത്തം ചരക്ക് നീക്കത്തിൻ്റെ 20%-ലധികവും ഇതുവഴി ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ഇറാനിയൻ ആണവ കേന്ദ്രത്തിൽ അടുത്തിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി 2025 ജൂൺ 22-ന് ഇറാൻ പാർലമെൻറ്റ് ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ വോട്ട് ചെയ്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗീകാരത്തിനായി ഈ തീരുമാനം കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുണ്ട്. ഹോർമൂസ് എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. പേർഷ്യൻ ദേവതയായ ഹോർമോസ് എന്ന പേരിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്നാണ് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നത്. ചരിത്രകാരന്മാരും പണ്ഡിതരും ഭാഷാജ്ഞാനികളും അഭിപ്രായപ്പെടുന്നത് ഈന്തപ്പന എന്നർത്ഥം വരുന്ന പ്രാദേശിക പേർഷ്യൻ പദമായ ഹുർമക് എന്നതിൽ നിന്ന് ഉത്ഭവിച്ചുവെന്നാണ്. ഇപ്പോഴും ഹോർമൂസിലെയും ഇനബിലെയും നാടൻ ഭാഷയിൽ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള ഹുർമക് എന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗതാഗതത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ചാൽ, ഹോർമൂസ് ജലപാതയിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ഗതാഗത വേർതിരിക്കൽ പദ്ധതി എന്ന പേരിൽ പരസ്പരം കൂട്ടിമുട്ടൽ ഒഴിവാക്കുന്നതിനായി പോകുന്നതിനും വരുന്നതിനും പ്രത്യേക ഗതാഗത പാത പിന്തുടരുന്നു. അതായത് നമ്മുടെ ഈ നാഷണൽ ഹൈവേയിൽ ഓരോ പാതകളുള്ളതുപോലെ ഇതിന് പ്രത്യേക പാതകൾ ഓരോ കപ്പലിനും. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും സംഭവിക്കില്ല. 10 കിലോമീറ്റർ വീതിയുള്ളതാണ് ഗതാഗത പാത. ഇതിൽ 3 കിലോമീറ്റർ വരുന്ന ഓരോ പാതകൾ വരുന്നതിനും പോകുന്നതിനും ഒരുക്കിയിരിക്കുന്നു. ഈ 2 പാതകളെയും 3 കിലോമീറ്റർ വീതി വരുന്ന മീഡിയൻ ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമവുമായി ബന്ധപ്പെട്ട ട്രാൻസിറ്റ് ജലപാത വകുപ്പിന് കീഴിൽ വരുന്ന ഒമാൻ്റെയും ഇറാൻ്റെയും പ്രദേശങ്ങളിലൂടെയാണ് കപ്പലുകൾ കടന്നു പോകുന്നത്. എല്ലാ രാജ്യങ്ങളും ഈ വകുപ്പ് അംഗീകരിച്ചില്ലെങ്കിലും US അടക്കമുള്ള മിക്കവാറും രാജ്യങ്ങൾ സമുദ്ര ജലഗതാഗതത്തിന് UN-ൻ്റെ ഈ നിയമം സ്വീകരിച്ചിട്ടുണ്ട്.
TSS എന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി ഒമാൻ മുസന്തം ലക്ഷദ്വീപിൽ LQI എന്ന റഡാർ സൈറ്റുമുണ്ട്. അപ്പോൾ 2012 2 തവണ ഇറാൻ ഈ മേഖലയിൽ നാവിക അഭ്യാസം നടത്തിയിട്ടുണ്ട്. വിലായത്ത് 91 എന്ന് പേരിട്ട അഭ്യാസം 6 ദിവസം നിന്നു. ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ, ഗൾഫ്, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗം എന്നിവിടങ്ങളിലായി 10 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് അഭ്യാസം. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണവാതക കയറ്റുമതിയിൽ 40% ഹോർമൂസിലൂടെയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളെ ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലും ഇവിടെ ഇറാൻ നാവിക അഭ്യാസം നടത്തിയിട്ടുണ്ട്. 4 മാസം മുമ്പ് ഒരു മുങ്ങിക്കപ്പലും ഡിസ്ട്രോയർ യുദ്ധക്കപ്പലും ഇറാൻ ഇവിടേക്ക് അയച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ എല്ലാ രാജ്യങ്ങളിലേക്കും എണ്ണയുടെ പ്രധാനപ്പെട്ട, അതായത് കൂടുതൽ ശതമാനം എണ്ണയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുറുപ്പുചീട്ട് തന്നെയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൽ എത്തുന്ന കപ്പലുകളെ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. അവിടെ മൈനുകളുണ്ട് ഇതിൻ്റെ അടിയിൽ. അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഇവർ പണ്ട് മുതലേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു കപ്പൽ കടന്നു വന്നപ്പോൾ ഇവിടെ ഈ കപ്പൽ പിന്നെ കുറേ സമയത്തേക്ക് അപ്രത്യക്ഷമാവുകയും അതിനകത്തുള്ള ആളുകളൊന്നും ഇല്ലാതെ ഈ കപ്പൽ മാത്രം വെറുതെ കടലിൽ ഓടി നടക്കുന്ന ഒരു സംവിധാനമൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും ശത്രു രാജ്യത്തെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഈ കപ്പലിൽ വരുന്നവരെ ഈ രീതിയിൽ ഇവർക്ക് തളച്ചിടാൻ പറ്റുമെന്നുള്ളൊരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഈ GCC രാജ്യങ്ങളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എണ്ണയുടെ 90% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിത് അടച്ചാൽ സ്വാഭാവികമായും GCC രാജ്യങ്ങളെല്ലാം അത് വളരെ കാര്യമായി തന്നെ ബാധിക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1987 നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ വലിയൊരു അമേരിക്കയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പോലും അവസാനം സദ്ദാം ഹുസൈൻ അടക്കം അതിൽ അഭിപ്രായം പറയേണ്ടി വന്നു, അല്ലെങ്കിൽ മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു പ്രത്യേകത വളരെ വലുതാണ്. ഇപ്പോൾ ഇസ്രയേൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയപ്പോഴും ഇറാൻ്റെ കയ്യിൽ ഈ തുറുപ്പുചീട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇറാനെ ഏറ്റവും അധികം ഇറാൻ ഒരു ബലമായി കരുതുന്നത്. കാരണം ആയുധശേഷിയിൽ കുറവാണെങ്കിലും അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയമാണെങ്കിലും ഇവരുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടെന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഇതിനെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി അല്ലാതെ ഇന്ധനം ലഭ്യമാക്കുന്നതിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ വഴി ഇന്ധനം കൊണ്ടുപോകാനുള്ള പദ്ധതികളൊക്കെ ഇന്ത്യ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 85 ദിവസത്തേക്കുള്ള കരുതൽ എണ്ണ ശേഖരം, അതായത് ഇന്ന് മുതൽ എണ്ണ വിതരണം നിലച്ചാൽ പോലും 85 ദിവസത്തേക്ക് യാതൊരു വിധത്തിലും എണ്ണയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള കരുതൽ ശേഖരം, പിന്നെ ഒരു 10 ദിവസത്തേക്ക് എക്സ്ട്രാ ഉള്ള കരുതൽ ശേഖരമൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ശരാശരി ഒരു 3 മാസത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വില കൂടിയാലും അല്ലെങ്കിൽ ഇന്ധനം ലഭിക്കാതെ വന്നാലും ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ളിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും 3 മാസത്തിലധികം മറ്റ് രാജ്യങ്ങൾക്കൊക്കെ എണ്ണ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരത്തില്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ അടക്കം ഇടപെടുകയും ഇതിലൊരു തീരുമാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. സ്വാഭാവികമായും ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യയെ അത് കൂടുതൽ ബാധിക്കില്ല എന്നാണ് ഇന്ത്യൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ GCC രാജ്യങ്ങളടക്കം അതോടൊപ്പം തന്നെ 80% രാജ്യങ്ങൾക്കും എണ്ണ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിലും ഈ വീതിയും ഒക്കെ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 30 കിലോമീറ്റർ വീതിയൊക്കെ മാത്രമേ ഉള്ളൂ. ശരാശരി 4 കപ്പലുകൾ ഒരേ സമയം പോകുന്ന വിധത്തിലുള്ള പാത അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൈനുകളൊക്കെ ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന ഓരോ കപ്പലിനെ നിരീക്ഷിക്കാൻ എല്ലാ പ്രത്യേക സംവിധാനം അവിടെ ഉണ്ട്. അതിനെ ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കാം. പക്ഷേ ഈ വരുന്ന കപ്പലുകൾക്ക് എവിടെ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് അറിയാൻ കഴിയില്ല. ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടാണ്, വജ്രായുധമാണ്. അത് അവർ ഏത് സമയത്താണ് ബ്ലോക്ക് ചെയ്യുന്നത് അന്നേരം അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.